എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഉപ്പുമാങ്ങ കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാ വീട്ടിലും ഉപ്പുമാങ്ങയൊക്കെ കാണും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. ഉപ്പുമാങ്ങ കറിക്ക് നമ്മൾ 2 വലിയ ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുറിച്ചിടേണ്ടതാണ്. പിന്നെ നമുക്ക് 6 പച്ചമുളക് വേണം. അത് നമ്മൾ കീറി വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ ഒത്തിരി മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ കൂടുതൽ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ചുവന്നുള്ളിയാണ്. അത് 10 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഒത്തിരി കനം കുറയ്ക്കാതെ അരിഞ്ഞെടുത്തതാണ്. പിന്നെ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വേണം. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് മാങ്ങ മുറിച്ചിടാം. അത് ഇതുപോലെ പൂളിയെടുക്കാം. ഇനി ഈ മാങ്ങാണ്ടിയും ഇതിലേക്ക് ഇടാം. ഇനി ഇങ്ങനെ 2-3 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും ചേർക്കുവാണ്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് ഉപ്പുമാങ്ങ ഇട്ട് വെച്ചിരിക്കുന്ന ഉപ്പുവെള്ളമാണ്. അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഈ വെള്ളം ഒഴിക്കുന്ന കൊണ്ട് നമ്മൾ കറിക്ക് വേറെ ഉപ്പ് ചേർക്കുന്നില്ല. ഇത് ഒത്തിരി നമ്മൾ ഒഴിക്കേണ്ട, ഉപ്പ് കൂടി പോവും. പിന്നെ കുറച്ച് സാധാരണ വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വയ്ക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കാം. തിളയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കുറച്ച് സമയം കൂടി ഒന്ന് മാങ്ങ വേവിച്ചെടുക്കാം. ഇനി ഇതിൽ ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. 1/4 മുറി തേങ്ങ ചിരണ്ടിയതും 3 അല്ലി വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും വേണം. തേങ്ങയും വെളുത്തുള്ളിയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പിന്നെ 1 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് നമ്മളിത് അരച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ ഉപ്പുമാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പുവെള്ളം ഒഴിച്ചത് കൊണ്ട് ഞാനിവിടെ ഉപ്പ് വേറെ ഇടുന്നില്ല. എന്നിട്ട് അരപ്പൊന്ന് തിളയ്ക്കുന്നത് വരെ അടുപ്പത്ത് വയ്ക്കാം. ചെറിയ തിള ഒന്ന് കഴിയുമ്പോഴത്തേക്കും അടുപ്പത്ത് നിന്ന് നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇനി കറിയിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ കറിവേപ്പിലയും 4 ഉണക്കമുളകും ചേർക്കാം. ഇനി ഇത് കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉപ്പുമാങ്ങ കറി റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഉപ്പുമാങ്ങ ഉള്ളപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വേഗം തന്നെ കാണാം. താങ്ക്